ഹായ് ഫ്രണ്ട്സ്, വാസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാസന്തി. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണക്കമുന്തിരി ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെറും 3 ദിവസം കൊണ്ട് നല്ല പക്ക ഉണക്കമുന്തിരി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു അപ്പച്ചെമ്പ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി കഴുകിയ മുന്തിരി അപ്പച്ചെമ്പിന് തട്ടിലിട്ട് പുഴുങ്ങിയെടുക്കുക. മുന്തിരി വെറുതെ കഴുകിയാലൊന്നും മുന്തിരിയുടെ മേലെയുള്ള വിഷാംശം നീങ്ങി പോവുകയില്ല. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, മുന്തിരിക്കുലകൾ മുങ്ങത്തക്ക വിധത്തിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലോട്ട് വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഒരു സ്പൂൺ നമ്മുടെ അപ്പക്കാരം ഇല്ലേ, അതായത് സോഡിയം ബൈകാർബണേറ്റ്, അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് നേരം അതിൽ മുക്കി വെക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അത് പുറത്തേക്കെടുത്ത്, നമ്മളെപ്പോഴും ഈ മുന്തിരി ഒരിക്കലും പിടിച്ച് വലിക്കരുത്. അതായത് പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ള തൊലി ഇങ്ങനെ സ്പ്ലിറ്റായി പോവും. അപ്പോൾ അതിനുള്ളിൽ വെള്ളം കയറും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഞെട്ടിൽ നിന്നും മുന്തിരി ഇങ്ങനെ തിരിച്ചിട്ട് വേണം ഊരി പിഴുതെടുക്കാനായിട്ട്. അങ്ങനെ നന്നായി കഴുകിയെടുത്ത മുന്തിരി ഇത് നമ്മുടെ അപ്പച്ചെമ്പിലിട്ട് പുഴുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കടയിൽ നിന്നും വാങ്ങിയത് 1 കിലോ മുന്തിരിയാണ്. അതിൻ്റെ കുലയും അതിൻ്റെ മോശം മുന്തിരിയൊക്കെ കളഞ്ഞ് ഇപ്പം ഇത്രയാണ് ഉള്ളത്. ഇത് പച്ചമുന്തിരിയാണ് വാങ്ങിയത്. ഇതുപോലെ കറുത്ത മുന്തിരിയും ഉണക്കിയെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ സ്വന്തമായി ഉണക്കിയെടുത്ത മുന്തിരി കഴിക്കുമ്പോൾ അതിന് മധുരം ഒന്നിരട്ടിക്കും അല്ലേ. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ട് 5 മിനിറ്റ് നേരമായി. ഇത് നന്നായി മഞ്ഞ കളറ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നന്നായി പുഴുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. മുന്തിരിയുടെ തൊലിയൊക്കെ ഇതുപോലെ ചുളിഞ്ഞ് കിടക്കും. മുന്തിരിയുടെ ആവിയൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പരന്ന ഒരു പാത്രത്തിൽ ഇട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ കറക്റ്റ് 3 ദിവസം കൊണ്ട് നമുക്ക് മുന്തിരി ഉണങ്ങിക്കിട്ടും. നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കിയ മുന്തിരി നല്ല വൃത്തിയിൽ ഉണക്കി സൂക്ഷിച്ചെടുത്താൽ നമുക്കും, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. ഉണക്കമുന്തിരി കഴിക്കുന്നതിലൂടെ നമുക്ക് ധാരാളമായി ആരോഗ്യപരമായ നല്ല ഗുണങ്ങൾ കിട്ടും. ഉണക്കമുന്തിരിയിൽ ധാരാളമായി ധാതുക്കളും വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരിയിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനപ്രക്രിയയെ സഹായിക്കാനും അതുവഴി മലബന്ധം അകറ്റാനും വളരെ നല്ലതാണ് ഉണക്കമുന്തിരി. ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രാക്ടോസ്, ഗ്ലൂക്കോസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഉണക്കമുന്തിരി. ശരീരത്തിന് ആവശ്യമായ ഊർജം വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ വസ്തുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കൂടാതെ ഭാരം ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ധാരാളം ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഉയരമുള്ള എന്തെങ്കിലും ഒരു സ്റ്റൂളോ മറ്റോ എടുത്തു വെച്ച് വലയിട്ട് മൂടി ഉണക്കുന്നതായിരിക്കും വളരെ നല്ലത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ദിവസം വെയിലത്ത് വെച്ച മുന്തിരിയാണ്. ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നല്ല പെർഫെക്റ്റായി ഉണങ്ങിയിട്ടുണ്ട്. നല്ല സൗണ്ട് വരും പ്ലേറ്റിലൊക്കെ ഇട്ടാൽ. അങ്ങനെ നല്ല വൃത്തിയിൽ നമ്മൾ ഉണക്കിയെടുക്കാവുന്നതാണ് മുന്തിരി. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഈ ഉണക്കമുന്തിരിയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകളും പൊട്ടാസ്യം, അയൺ, ബി കോംപ്ലക്സ് എന്നിവയും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഉണക്കമുന്തിരിയിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ പല്ലുകൾക്കും വളരെ നല്ലതാണ്. ഉണക്കമുന്തിരിയിൽ ധാരാളമായി അയണും കോപ്പറും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ ഇരുമ്പിൻ്റെ അഭാവം അകറ്റാനും വിളർച്ച തടയാനും ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഉണക്കമുന്തിരി ശീലമാക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും
ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും വളരെ നല്ലതാണ് ഉണക്കമുന്തിരി. നല്ല വൃത്തിയുള്ള ഒരു വല ഉപയോഗിച്ച് മൂടിയിട്ട് വേണം ഉണക്കമുന്തിരി ഉണക്കാനായിട്ട്. അല്ലെങ്കിൽ ഈച്ചയും മറ്റും വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ദോഷം ചെയ്യും. ഞാൻ 1 കിലോ മുന്തിരി വാങ്ങിയിട്ടാണ് എനിക്ക് ഇത്രയും അളവിൽ ഉണക്കമുന്തിരി കിട്ടിയത്. ഇടയ്ക്കൊക്കെ ഞാൻ 1-2 എണ്ണം കഴിക്കാറുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ഉണക്കമുന്തിരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ സീസൺ ആണല്ലോ മുന്തിരിയുടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.